ഹായ്, അടുത്ത ടോപ്പിക്കിട്ട് റേറ്റിംഗ് സ്കെയിലാണ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ, ഒരു സാഹചര്യത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിൻ്റെ ഒരു പ്രകാശനമാണ്. അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ ട്രേറ്റ്സിനെ കുറിച്ചോ ഉള്ള ഒരു അസസ്മെൻറ്റിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് റേറ്റിംഗ് സ്കെയിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് ഒരുപാട് പല രീതിയിലും നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ആദ്യത്തെ ടേബിളിലാണെങ്കിൽ 3 പോയിൻ്റ് സ്കെയിലിൽ നമുക്ക് ചെയ്യാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് 5 പോയിൻ്റ് സ്കെയിലാണ്. അതായത് ചെക്ക് ലിസ്റ്റ് പോലെ തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുക. അതിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഗുഡ് ആണോ, ആവറേജ് ആണോ, ബെറ്റർ ആണോ, അത് അവർ നമുക്ക് ടിക്കിട്ട് തരുന്നതായിരിക്കും. അതിൽ നിന്ന് നമ്മളൊരു അസസ്മെൻറ്റിലൂടെ നമുക്കൊരു വാല്യൂ കിട്ടുകയും അതിൽ നിന്ന് ആ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ടേബിളിലാണെങ്കിൽ 5 പോയിൻ്റ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വെരി ഗുഡ്, ഗുഡ്, ആവറേജ്, ബെറ്റർ, മച്ച് ബെറ്റർ, അങ്ങനെ വളരെ മികച്ചത്, ശരാശരി, അല്ലെങ്കിൽ മെച്ചപ്പെടണം, ഏറെ മെച്ചപ്പെടണം, ഇങ്ങനെ പല രീതിയിലുള്ള സ്കെയിലുകൾ ആ പോയിൻ്റ് വെച്ചാണ് നമ്മളത് അസസ്മെൻറ്റ് ചെയ്യുന്നത്. താങ്ക് യു.